ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷവോമി 14 ചാർജിങ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഷവോമി 14 വരുന്നത് 4700 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. വളരെ സ്ലിം ഫോം ഫാക്ടർ ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 67 വാട്ട് ചാർജിങ് ആണ്. ഇത് ആക്ച്വലി വളരെ ഫാസ്റ്റ് ചാർജിങ് ഒന്നും അല്ല, കാരണം 90 വാട്ടും 120 വാട്ടും ഒക്കെ ഷവോമിക്ക് ഉണ്ട്. പക്ഷേ 67 വാട്ട് ചാർജിങ് ഇതിനകത്ത് കൊടുത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 67 വാട്ട് ചാർജിങ് ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 67 വാട്ട് ചാർജർ കൊണ്ട് നമ്മൾ ഷവോമി 14 ഫുൾ ചാർജിങ് ടെസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 to 100% എത്ര ടൈമാണ് ഷവോമി 14 എടുക്കുന്നത് നോക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിവൈസിൽ ഇപ്പോൾ വെറും 2% ബാറ്ററിയുള്ളൂ. 1%ക്ക് പോകാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഹൈബർനേഷൻ മോഡിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ 2% ബാറ്ററിയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷവോമി 14 ചാർജിങ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ബാറ്ററി സെറ്റിംഗ്സിലൊന്നും ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും എനേബിൾ ചെയ്യാനില്ല. കാരണം 67 വാട്ട് ചാർജിംഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. എന്തില്ല അഡീഷണൽ ഫീച്ചേഴ്സോ അങ്ങനെ ഒന്നും തന്നെ ബാറ്ററി ഓപ്ഷൻസിലില്ല. അപ്പോൾ വളരെ ബേസിക് ആയ 67 വാട്ട് ചാർജിങ് ഇത്രയും ഇതിനകത്ത് സപ്പോർട്ടഡ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ചാർജർ കണക്ട് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാർജർ കണക്ട് ചെയ്തിരിക്കുകയാണ്. ചാർജർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ക്വിക്ക് ചാർജിങ് 67 വാട്ടിന് മുകളിൽ കാണാൻ സാധിക്കും. കണ്ടില്ലേ, 67 വാട്ട് ചാർജിങ്. അപ്പോൾ നമ്മൾ ചാർജറിൻ്റെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ടൈമറും കൂടെ നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് 5 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ എത്ര ബാറ്ററി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചാർജിങ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ്സ് ഓഫ് ചാർജിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ ഹീറ്റിംഗ് വല്ലതും ഉണ്ടോ നോക്കാം. 38 ഡിഗ്രീസ് ആണ് വരുന്നത്. വലിയൊരു ഹീറ്റിംഗോ ഇഷ്യൂസോ അങ്ങനത്തെ ഒന്നും തന്നെ നോട്ടീസ് ഇല്ല. 38 ഡിഗ്രീസ് നോർമൽ ചാർജിങ് ടെമ്പറേച്ചറാണ്. അപ്പോൾ 5 മിനിറ്റ് ചാർജ് ചെയ്തപ്പോൾ 16% ബാറ്ററി ആയിരിക്കുകയാണ്. അത് കുഴപ്പമില്ലാത്തൊരു സ്പീഡ് എന്ന് ഡെഫിനറ്റ്ലി പറയാം. 5 മിനിറ്റ് ചാർജിൽ 16% ബാറ്ററി ആയിരിക്കുകയാണ്. ഇനി 10 മിനിറ്റ് ചാർജിൽ എത്ര ബാറ്ററി ആയി നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ 25% ബാറ്ററി ആയിരിക്കുകയാണ്. ഇത് 4700 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് എന്നുള്ളത് ആലോചിക്കണം. ഇനി ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ വീണ്ടും തന്നെ 37 ഡിഗ്രീസ് 37.5 ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ടെമ്പറേച്ചർ ഒന്നും തന്നെ റൈസ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് അത്രയ്ക്ക് വലിയ ഫാസ്റ്റ് ചാർജിങ് അല്ല. ഇനി അടുത്തത് 20 മിനിറ്റ് ഓഫ് ചാർജിങ്ങിൽ എത്രയായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ 20 മിനിറ്റ്സ് ചാർജ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. 20 മിനിറ്റ്സ് ചാർജിങ്ങിൽ നമുക്ക് കിട്ടുന്നത് 42% ബാറ്ററിയാണ്. ഇതുണ്ടല്ലേ, 42% ബാറ്ററി ആയിരിക്കുകയാണ്. 67 വാട്ട് ചാർജിങ് 20 മിനിറ്റ്സിൽ 42% ബാറ്ററി ആയിരിക്കുകയാണ്. ഇനി അടുത്തത് 30 മിനിറ്റായി, അതായത് അരമണിക്കൂർ ചാർജ് ചെയ്തു നമ്മൾ. അപ്പോൾ ഷവോമി 14 അരമണിക്കൂർ ചാർജ് ചെയ്യുമ്പോഴുള്ള ബാറ്ററി എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. എന്നാലും 67 വാട്ട് ഈ സെഗ്മെൻറ്റിൽ ഫാസ്റ്റസ്റ്റ് ഒന്നല്ല. അപ്പോൾ 30 മിനിറ്റ് ചാർജിങ്ങിൽ 66% ബാറ്ററി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 66% ബാറ്ററി 30 മിനിറ്റിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഒരു 45 മിനിറ്റ്സിൽ എത്രയാവും നമുക്ക് നോക്കാം. ഇൻഫാക്ട് 40 മിനിറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 40 മിനിറ്റ്സിൽ എത്ര ബാറ്ററി നമുക്ക് നോക്കാം. 90% ആയിരിക്കുകയാണ് 41 മിനിറ്റിൽ. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകണമെന്ന് പറയാം. 41 മിനിറ്റ്സിൽ 90% ബാറ്ററി കംപ്ലീറ്റഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വെറും 10% കൂടിയുള്ളൂ. അപ്പോൾ ആ 10% എത്ര ടൈം എടുക്കുമെന്ന് നമുക്ക് നോക്കാം. പകരം 50 മിനിറ്റിൽ കംപ്ലീറ്റ്ലി ചാർജ്ഡ് ആണ്. കണ്ടില്ലേ, 100% ചാർജ്. അപ്പോൾ 50 മിനിറ്റാണ് ഈ ഡിവൈസ് എടുത്തത് ഫുൾ ചാർജിന്. അതായത് 1 to 100% എടുത്തത് ഷവോമി 14 50 മിനിറ്റാണ്. 67 വാട്ട് ചാർജിങ്ങും 4700 mAh കപ്പാസിറ്റി ബാറ്ററി. അപ്പോൾ നമുക്ക് എബൌട്ട് ഫോൺ എന്ന് കാണിച്ചു തരാം. ഹൈപ്പർ OS ആണ്, Android 14 ആണ് വേർഷൻ. അതേപോലെ തന്നെ നമുക്ക് ഹൈപ്പർ OSന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ സ്പെക്സ് കാണാം. സ്നാപ്ഡ്രാഗൺ 8s Gen 3 ചിപ്പാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ചാർജിങ് ടെസ്റ്റ്. അപ്പോൾ ഇതാണ് ഷവോമി 14 ഡീറ്റെയിൽ ചാർജിങ് ടെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.